നമ്മൾ കുറെ സിനോണിമും കടുകട്ടി വാക്കുകളുടെ മീനിങ്ങും പഠിത്തമായിരുന്നു ശരിക്കും ഞാൻ പറയാം. പക്ഷെ ഈ സിമ്പിളായി നമ്മളെ മാം പറഞ്ഞ പ്രൊപ്പോസിഷൻ എങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം എന്നുള്ളത്, ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ വായിച്ചപ്പം എന്താ പറഞ്ഞ കുറെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റി. ആ പാരഗ്രാഫിന്റെ ഓവറോൾ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. മറ്റത് നമുക്ക് ആ മീനിങ് അറിയാൻ പറ്റാതെ വരുമ്പം അവിടെ സ്റ്റക്കായി പോവായിരുന്നു ഞാൻ എപ്പോഴും. അതാണ് പറ്റിയിരുന്നത്. അപ്പൊ പക്ഷെ മാം പ്രൊപ്പോസിഷൻ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ആ പാരഗ്രാഫിന്റെ ഓവറോൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചപ്പോ ആൻസേഴ്സ് കുറെ കൂടെ ശരിയാവാൻ തുടങ്ങി. പാർട്ട് ടൈം മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആയിരുന്നു. മാമെ പ്രാക്ടീസ് ചെയ്ത് അതേ കൂട്ട് മെറ്റീരിയൽ ആയിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് ഈ ടൈപ്സ് ഒക്കെ വരുമ്പോൾ ഒരു കാറ്റഗറിയും ടൈപ്സ് ഒക്കെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യനിലുള്ള നോട്ട് ചെയ്യില്ലായിരുന്നു. ബട്ട് ഈ ഒരു ടൈപ്സ് ടൈപ്പ് നെയിം വീണ്ടും ഞാൻ മെൻഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അതിനകത്ത് ഒരു ഡിഫറൻസ് വന്നു. പിന്നെ എനിക്ക് ആ മാം ചെയ്യുന്ന രീതി, എനിക്ക് ആ പാട്ടും അപ്രോച്ച് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ആ ടൈം സേവ് ചെയ്യാൻ പറ്റി.